Hi everyone, welcome to my class. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സെൻട്രൽ ടെൻഡൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു എലമെന്റ് ആയിട്ടുള്ള മീഡിയൻ ആണ്. മീഡിയൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ? മീഡിയൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സെറ്റിന്റെ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ ആണ് മീഡിയൻ. നമുക്ക് ഓൾറെഡി അറിയാം. മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ഡാറ്റ സെറ്റ് വെൻ അറേഞ്ച്ഡ് ഇൻ ഓർഡർ. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? അത് അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മീഡിയൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഇറ്റ് ഡിവൈഡ്സ് ദ ഡാറ്റ ഇൻടു ടു ഈക്വൽ പാർട്സ്. നമുക്ക് സെൻട്രൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിഡിൽ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഈക്വൽ പാർട്ടുകളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇറ്റ് ഈസ് എ പൊസിഷണൽ മെഷർ ബേസ്ഡ് ഓൺ പൊസിഷൻ, നോട്ട് വാല്യൂ. ഇപ്പോൾ 10, 20, 30, 100 എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഡാറ്റ സെറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അതിൽ നമ്മൾ എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? പൊസിഷനെയാണ്. നമ്മൾ പൊസിഷനെയാണ് ബേസ് ചെയ്യുന്നത്. കാരണം പൊസിഷനെ ബേസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം നമ്മൾ മിഡിൽ പൊസിഷനിൽ ഏത് വാല്യൂ ആണോ അതിനെയാണ് നോക്കുന്നത്. അല്ലാതെ നോട്ട് വാല്യൂ, ആ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്, ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ നോക്കുന്നത്, പൊസിഷൻ ആണ് നോക്കുന്നത്. ഡാറ്റ മസ്റ്റ് ബി അറേഞ്ച്ഡ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യണം? അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം ബിഫോർ ഫൈൻഡിങ് മീഡിയൻ. ഓക്കെ, അത് പോയിന്റ് താഴെ വന്നാണ്. മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡർ. ഇറ്റ് റെപ്രസെന്റ്സ് ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ദ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിന്റെ സെൻട്രൽ ആയിരിക്കും കാണിക്കുന്നത്. സ്യൂട്ടബിൾ ഫോർ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഇൻഡിവിജ്വൽ ഡാറ്റയുടെയും ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇൻഡിവിജ്വൽ ഡാറ്റ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുല നമുക്കറിയാം. എന്താണ്? L+N/2 - CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള കുറച്ച് ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, അൺഈക്വൽ ഡാറ്റ. നമ്മൾ മീൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു എന്താണ്? സ്ക്യൂഡ് ഡാറ്റയിൽ നമുക്ക് ഒരിക്കലും മീൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ മീഡിയൻ എന്ന് പറയുന്നത് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പോസിബിൾ ആണ്. അൺഈക്വൽ ഡാറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അതിന്റെ മീഡിയൻ കണ്ടുപിടിച്ചാൽ മതി. ഏത് വാല്യൂ ആയിക്കോട്ടെ, എത്ര ആണ് ആയിക്കോട്ടെ, അതിന്റെ മിഡിൽ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ യൂസ്ഫുൾ ഇൻ ഇൻകം ആൻഡ് സാലറി അനാലിസിസ്. അപ്പോൾ ഇൻകത്തിന്റെ മിഡിൽ എത്ര, മിഡിൽ വാല്യൂ. അപ്പോൾ ഒരു ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ ആയിട്ട് മിഡിൽ നിൽക്കുന്ന ആളുടെ ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഹെൽപ്സ് ടു ഫൈൻഡ് മിഡിൽ പെർഫോമൻസ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ക്ലാസ് ആണെങ്കിൽ അതിൽ ഏറ്റവും സെൻട്രലിൽ നിൽക്കുന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച്. സ്യൂട്ടബിൾ വെൻ എക്സ്ട്രീം വാല്യൂസ് ആർ പ്രസന്റ്. നമുക്കറിയാലോ, നേരത്തെ നമ്മൾ പറഞ്ഞത് മീൻ പഠിച്ചപ്പോൾ എക്സ്ട്രീം വാല്യൂസ് ഉള്ളപ്പോൾ മീൻ പോസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിലും എന്താണ്? മീൻ പോസിബിൾ ആണ്. യൂസ്ഡ് ഇൻ റാങ്കിങ് ആൻഡ് ഓർഡിനൽ ഡാറ്റ. ഇപ്പോൾ ഇവിടെ ഓർഡിനൽ ഡാറ്റ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്. അതിൽ തേർഡ് റാങ്കുള്ള കുട്ടിയുടെ മാർക്ക് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂസസിന്റെ ഏകദേശം ഒരു സെയിം തന്നെയാണ്. ഔട്ട്ലിയേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ മീഡിയത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ മീനിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ്. സ്യൂട്ടബിൾ ഫോർ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ പറഞ്ഞ സ്ക്യൂഡ് ഡാറ്റ ആണെങ്കിൽ പോലും നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റ മീൻസ് എന്താണ്? ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് വെക്കാം. തേർഡ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മീഡിയൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. റെപ്രസെന്റ്സ് റിയൽ സിറ്റുവേഷൻ ബെറ്റർ ഇൻ മെനി കേസസ്. അതായത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മീൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മീഡിയൻ എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. റിക്വയർസ് ലെസ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മീഡിയൻ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു സിംഗിൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആക്കുന്നു, എന്നിട്ട് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്നു, അല്ലെ? ഇപ്പോൾ ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, ചെറിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻസിലേക്ക് പോവുകയാണ്. ഡസ് നോട്ട് കൺസിഡർ ഓൾ വാല്യൂസ് ഓഫ് ദ ഡാറ്റ സെറ്റ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആണ്. കാരണം മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ദ വാല്യൂ ആണ്, അല്ലെ? മിഡിൽ വാല്യൂവിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മീഡിയൻ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വാല്യൂസിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. മീൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മീൻ എന്ന് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്?
ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലേക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് മീൻ അത്യാവശ്യമാണ്. പക്ഷെ മീഡിയൻ എന്ത് ചെയ്യുന്നില്ല, ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ലെസ് പ്രിസൈസ് കമ്പയർഡ് ടു മീൻ, മീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെസ് പ്രിസൈസ് ആണ്. പക്ഷെ മീൻ എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും. ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മീനാണ്, ഏത് സ്ഥലത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ മീഡിയൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് പോസിബിൾ അല്ല. ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ഇൻ ഗ്രൂപ്പ്ഡ് ഡാറ്റ സംടൈംസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. മാനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. സോ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത്. മെനോട്ട് റെപ്രസെന്റ് എക്സാക്ട് ആവറേജ്, കറക്റ്റ് ഒരു ആവറേജ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു ഡാറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മീനും ആവറേജും മീഡിയനും ഒക്കെ നോക്കി കഴിയുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവറേജിൽ നിന്ന് മീഡിയനിലേക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. എക്സാക്ട് ആവറേജ് നമുക്ക് കിട്ടില്ല. നോട്ട് വൈഡ്ലി യൂസ്ഡ് ആസ് മീഡിയൻ ഇൻ അഡ്വാൻസ്ഡ് അനാലിസിസ്. അഡ്വാൻസ്ഡ് അനാലിസിസിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ മീഡിയൻ കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മോഡാണ്. മോഡ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. മോഡ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാ സെറ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് മോഡ് എന്നുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെ. മോഡ് ഈസ് ദ വാല്യൂ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഇൻ എ ഡാറ്റാ സെറ്റ്. എന്താണ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഡാറ്റ ഏതാണോ അതാണ് എന്ത് മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, റിപ്പീറ്റേഷൻ ഓഫ് വാല്യൂസ്. എന്താണ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഏത് ഫ്രീക്വൻസി ആണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതിനെയാണ് നമ്മൾ മോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിയിൽ 3 മീൻ, മീഡിയൻ, മോഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മോഡാണ്. കാരണം എന്താണ്, നമുക്ക് വെറുതെ ഒബ്സർവ് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് ഒബ്സർവേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഈസിലി ബൈ ഒബ്സർവേഷൻ. A data set may have one more than one or no mode. Examples. ഇപ്പോൾ ഈ ഒരു ഡാറ്റാ സെറ്റിൽ നമുക്ക് മോഡ് എന്ന് പറയുന്നത് 20 ആണ്. കാരണം എന്താ, 20 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡാറ്റാ സെറ്റിൽ 20, 20, 30 രണ്ടും 20 എന്ന് പറയുന്ന വാല്യൂ 30 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇവിടെ ബൈ മോഡലാണ്, രണ്ടും ഉണ്ട്. ചില ഡാറ്റാ സെറ്റിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഓരോ പ്രാവശ്യം ഉണ്ടാവും. സോ അവിടെ എന്തില്ല, നോ മോഡാണ്. ഓക്കെ, അപ്പോൾ മോഡ് ഉണ്ടാവാം, മോഡ് ഇല്ലാതിരിക്കാം, രണ്ട് മോഡായിട്ട് വരാം. ഓക്കെ, അങ്ങനെയൊക്കെ മോഡിൽ സംഭവിക്കുന്നതാണ്. ഇത് പ്രധാനമായിട്ടും യൂസ് ടു ഐഡന്റിഫൈ ദ മോസ്റ്റ് കോമൺ വാല്യൂ. ഏറ്റവും കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. യൂസ്ഫുൾ ഇൻ മാർക്കറ്റ് റിസർച്ച്, പോപ്പുലർ പ്രോഡക്റ്റ്, സെയിൽസ് എക്സെട്ര. ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു, ആ കമ്പനി മോഡ് നോക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് മീഡിയം ആണോ, ലാർജ് ആണോ, സ്മാൾ സൈസ് ആണോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ മീഡിയം സൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ ആ കമ്പനി എന്ത് ഡിസൈഡ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്ലൈഡ് ഇൻ എഡ്യൂക്കേഷണൽ അനാലിസിസ്, മോസ്റ്റ് ഫ്രീക്വന്റ് സ്കോർ. കുട്ടികളുടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്കോർ ഏതാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഹൈറ്റ് ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് മോഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സ്യൂട്ടബിൾ ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, കാറ്റഗറിക്കൽ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ നേരത്തെ പറഞ്ഞ മീൻ, മീഡിയൻ ഒന്നും നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ മോഡ് എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലും കണ്ടുപിടിക്കും. ഒരു ഷർട്ടിന്റെ കളർ ആണെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, റെഡ് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കളർ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന കളർ ഏതാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും മോഡ് യൂസ് ചെയ്യാൻ. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ് അതിനനുസരിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ വലിയ മാറ്റങ്ങൾ വരുത്താം. ഏറ്റവും കൂടുതൽ ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഒരിക്കലും ആരും ചൂസ് ചെയ്യുന്നില്ല എന്നുള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യാം, അതിന്റെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസിങ് എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാൻ സാധിക്കും. യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസ്. ബിസിനസ്സിലും അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ നമുക്ക് മോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐഡന്റിഫൈ. നമുക്ക് വളരെ ചെറിയൊരു ഒബ്സർവേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നോ കോംപ്ലക്സ് കാൽക്കുലേഷൻ റിക്വയർഡ്. ഇപ്പോൾ നമ്മൾ ചെറിയ ഡാറ്റാ സെറ്റ് ആണെങ്കിൽ ഒബ്സർവേഷൻ അല്ലെ, ത്രൂ ഒബ്സർവേഷനിലൂടെ നമുക്ക് മോഡ് എന്താണെന്ന് നോക്കാം. സ്യൂട്ടബിൾ ഫോർ ക്വാളിറ്റേറ്റീവ് ആൻഡ് കാറ്റഗറിക്കൽ ഡാറ്റ. രണ്ട് ഡാറ്റ, ന്യൂമറിക്കൽ ഡാറ്റ ആയിക്കോട്ടെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിക്കോട്ടെ, കാറ്റഗറിക്കൽ ഡാറ്റ ആയിക്കോട്ടെ, കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണ്ട ഡാറ്റ ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് മോഡ് യൂസ് ചെയ്യാം.
എക്സ്ട്രീം വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. മോഡിന് നമുക്ക് എക്സ്ട്രീം വാല്യൂ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. കാരണം ഇവിടെ എന്തേ നോക്കുന്നത്, മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണ് അത്രയും നമ്മൾ നോക്കുന്നത്. റെപ്രസെന്റ്സ് മോസ്റ്റ് ടൈപ്പിക്കൽ ഓർ പോപ്പുലർ വാല്യൂ. ഇപ്പോൾ മോഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ്, അതിനൊക്കെ എന്താണ് ഒരു പോപ്പുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു ടൈപ്പിക്കൽ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അത് സ്വാഭാവികമായിട്ടും മോഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്യാൻ ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി. അപ്പോൾ നമുക്ക് ഹിസ്റ്റോഗ്രാം ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാം, മോഡിനെ റെപ്രസെന്റ് ചെയ്യാം. ഹിസ്റ്റോഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഹിസ്റ്റോഗ്രാമിന്റെ ഏറ്റവും വലിയ ബാർ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിലേക്കാണ് പോകുന്നത്. സോ അതായിരിക്കും എന്ത് ഏറ്റവും ആൾക്കാർ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായിരിക്കും. അതാണ് അതിന്റെ മോഡായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻസിലേക്ക് പോവാണ്. മെ നോട്ട് എക്സിസ്റ്റ് ഇൻ സം ഡാറ്റാ സെറ്റ്. ചില ഡാറ്റാ സെറ്റിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, മോഡ് നിലനിൽക്കുന്നുണ്ടാവില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ നോ മോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം മോഡ് ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടായിരിക്കും. മേ ഹാവ് മോർ ദാൻ വൺ മോഡ്, കൺഫ്യൂസിങ്. എന്താണ്, ഒന്നോ രണ്ടോ മൂന്നോ മോഡൊക്കെ ഉണ്ടാവും ചില ഡാറ്റാ സെറ്റിൽ. അത് കൺഫ്യൂസ്ഡ് ആക്കും. ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് നോക്കിക്കേ, അവിടെ മൂന്നോ നാലോ മോഡുകൾ ഒരുമിച്ച് വന്നാൽ അവിടെ ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം അഫക്റ്റ് ചെയ്യും. നോട്ട് ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ്. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്, എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്യുന്നില്ല. 1 മുതൽ 10 വരെയുള്ള ഒരു ഡാറ്റാ സെറ്റിലെ എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്യുന്നില്ല. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെപ്രസെന്റ് ചെയ്യുന്നു. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ അനാലിസിസ്. മീൻ എന്ന് പറയുന്നത് വേരിയൻസ് കണ്ടുപിടിക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യും. പക്ഷേ മോഡ് എന്ത് യൂസ് ചെയ്യുന്നില്ല, ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനൊന്നും നമുക്ക് മോഡ് ആവശ്യമില്ല. ലെസ് സ്റ്റേബിൾ കമ്പയർഡ് ടു മീൻ. മീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്. മീൻ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഡാറ്റ ആയിരിക്കും, ആവറേജ് എന്ന് പറയുന്നത്. ആ ഡാറ്റാ സെറ്റിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും മീനിൽ വലിയൊരു വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ മോഡിന്റെ ഡാറ്റാ സെറ്റ് നോക്കിക്കേ, 30 എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. 30 എന്ന് പറയുന്നത് ഒരു ഡാറ്റാ സെറ്റിന്റെ മോഡാണ്. പക്ഷേ നെക്സ്റ്റ് ഒരു വാല്യൂ കൂടി അതിൽ ആഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ 30 എന്നുള്ള മോഡ് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മോഡിൽ ചെറിയൊരു ഡാറ്റാ സെറ്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും അത് മോഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ്, ലെസ് സ്റ്റേബിൾ കമ്പയർഡ് ടു മീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്. നോട്ട് യൂസ്ഫുൾ ഫോർ ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ്. ഇപ്പോൾ മോഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് മീനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ എന്ന് പറയുന്ന സെൻട്രൽ ടെൻഡൻസിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ഒന്നാണ്, ഒരു സെൻട്രൽ ടെൻഡൻസിയാണ് നമുക്ക് മീൻ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ നിങ്ങൾ ഈ PPT വെച്ച് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.